ക്രിമിനൽ കുറ്റം ചുമത്തപ്പെടുന്ന യുകെയിലെ എല്ലാ വിദേശ പൗരന്മാരെയും പുതിയ കൺസർവേറ്റീവ് പാർട്ടി നയപ്രകാരം നാടുകടത്തും. ടോറി പദ്ധതി സർക്കാരിന്റെ ബോർഡർ ബില്ലിൽ ഒരു ഭേദഗതി അവതരിപ്പിക്കും. അത് നിലവിലുള്ള പരിധി നീക്കം ചെയ്യും. അതിൽ വിദേശ കുറ്റവാളികളെ 1 വർഷത്തെ തടവിന് ശേഷം മാത്രമേ നീക്കം ചെയ്യൂ. ലേബർ എംപിമാരുടെ പിന്തുണ ആവശ്യമുള്ള ഈ ഭേദഗതി യൂറോപ്യൻ മനുഷ്യാവകാശ കോടതി അനുവദിച്ച ഒഴിവാക്കലുകൾ അവസാനിപ്പിച്ചുകൊണ്ട് വിദേശ കുറ്റവാളികളെ നാടുകടത്തുന്നത് സർക്കാരിന് എളുപ്പമാക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. അഭയം തേടുന്നവർ ഉൾപ്പെടെയുള്ള വിദേശ പൗരന്മാർക്കും കുടിയേറ്റ കുറ്റകൃത്യങ്ങളിൽ കുറ്റം ചുമത്തപ്പെട്ടവരോ ശിക്ഷിക്കപ്പെട്ടവരോ ആയവർക്കും ഈ നയം ബാധകമാകും. ഷാഡോ ഹോം സെക്രട്ടറി ക്രിസ് ഫിലിപ്പ് ഈ നിർദ്ദേശങ്ങളെ എന്ന് തരംതിരിച്ചപ്പോൾ അഭയാർത്ഥി ഗ്രൂപ്പുകൾ അവയെ അസംബന്ധം പ്രായോഗികമല്ല എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. വംശീയ വിദ്വേഷം ആളി കത്തിക്കുന്നതിനും നമ്മുടെ തെരുവുകളിൽ അക്രമം പ്രോത്സാഹിപ്പിക്കുന്നതിനും മാത്രം സഹായിക്കുന്ന തരത്തിലുള്ള ശത്രുതാപരമായതും തീവ്രവുമായ നയങ്ങളും വാചാടോപങ്ങളും ഉപയോഗിച്ച് ആളുകളെ ഭീഷണിപ്പെടുത്തുന്നത് രാഷ്ട്രീയക്കാർ അവസാനിപ്പിക്കണം, അഭയാർത്ഥി ആക്ഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ടിം നൗർ ഹിൽട്ടൺ പറഞ്ഞു. എന്നാൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ പുതിയ നയത്തിന് കൂടുതൽ പേർ ഐക്യദാർഢ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ബില്ലിൽ ഭേദഗതി വരുത്തുന്നതിന് ലേബർ എംപിമാർ പിന്തുണയ്ക്കുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. ലോകത്ത് സംഘർഷങ്ങൾ ഉണ്ടാകുന്നതിൽ പ്രധാന പ്രതി ബ്രിട്ടനാണെന്ന് റഷ്യയുടെ വിദേശ ഇന്റലിജൻസ് വിഭാഗമായ SVR പറയുന്നു. ചാരവൃത്തി സംശയിച്ച് 2 ബ്രിട്ടീഷ് നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു ആരോപണം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. 2 ബ്രിട്ടീഷ് നയതന്ത്ര ഉദ്യോഗസ്ഥരോട് 2 ആഴ്ചയ്ക്കകം റഷ്യ വിട്ടുപോകാൻ നിർദ്ദേശം നൽകിയതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് 2ാം ലോക മഹായുദ്ധം ആരംഭിക്കാൻ കാരണവും ബ്രിട്ടനാണെന്നാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ 2 ലോക മഹായുദ്ധങ്ങൾക്ക് തൊട്ടു മുൻപുള്ള സമയത്ത് നടത്തിയ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ബ്രിട്ടൻ നടത്തുന്നത് എന്ന് പറയുന്ന പ്രസ്താവനയിലാണ് ആഗോള സംഘർഷങ്ങൾക്ക് കാരണം ബ്രിട്ടനാണെന്ന് കുറ്റപ്പെടുത്തുന്നത്. ഈ കപടത പുറത്തു കൊണ്ടുവരേണ്ടത് ആവശ്യമാണെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഈ പ്രവർത്തനങ്ങളിൽ വിജയിക്കില്ല എന്നും പ്രസ്താവനയിൽ ബ്രിട്ടന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യുക്രൈനുമായുള്ള സംഘർഷം പരിഹരിക്കുന്നതിന് അമേരിക്കയും റഷ്യയും തമ്മിൽ ചർച്ച നടത്തുന്നത് തങ്ങളുടെ താൽപര്യങ്ങൾക്ക് എതിരാവുമെന്നാണ് ബ്രിട്ടൻ കരുതുന്നതെന്നും പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തുന്നു. റഷ്യയിലെ ബ്രിട്ടീഷ് എംബസിയിലെ സെക്രട്ടറിയോടും മറ്റൊരു നയതന്ത്ര ഉദ്യോഗസ്ഥന്റെ പങ്കാളിയോടുമാണ് രാജ്യം വിട്ടുപോകാൻ ഇപ്പോൾ റഷ്യ ഇതിന്റെ പേരിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവർ ചാരവൃത്തിയിൽ ഏർപ്പെട്ടു എന്നതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്നാണ് റഷ്യൻ ആഭ്യന്തര സുരക്ഷാ വിഭാഗമായ FSB പറയുന്നത്. അതേസമയം ഇതാദ്യമായിട്ടല്ല റഷ്യ ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ വകുപ്പ് പ്രതികരിച്ചു. ബ്രിട്ടീഷ് രാഷ്ട്രീയ നേതൃത്വവും റഷ്യയുടെ ആരോപണത്തിനെതിരെ ശക്തമായ ഭാഷയിലാണ് പ്രതിഷേധിച്ചത്. യുക്രൈൻ യുദ്ധത്തിന് ബ്രിട്ടനെ കാരണമാക്കി കാട്ടാനുള്ള പുടിന്റെ ശ്രമം തന്നെ എത്രമാത്രം വ്യാജ പ്രചരണങ്ങളാണ് റഷ്യ അഴിച്ചുവിട്ടിരിക്കുന്നത് എന്നതിന്റെ തെളിവെന്നായിരുന്നു ലിബറൽ ഡെമോക്രാറ്റിക് MP മില്ലർ പ്രതികരിച്ചത്. യുക്രൈൻ യുദ്ധത്തിന് റഷ്യ മാത്രമാണ് കാരണമെന്നും MP കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. UK തീരത്തെ ഈസ്റ്റ് യോർക്ക്ഷയറിൽ എണ്ണക്കപ്പലും ചരക്ക് ടാങ്കറും കൂട്ടിയിടിച്ച് തീപിടിച്ചു. 2 കപ്പലുകളിലെയും ജീവനക്കാരായ 36 പേരെ ബ്രിട്ടീഷ് തീര സംരക്ഷണ സേന കരക്കെത്തിച്ചു. ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവരിൽ പലരുടെയും ആരോഗ്യനില ഗുരുതരമാണെന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരം. സമീപ പ്രദേശങ്ങളിൽ നിന്ന് ഹെലികോപ്റ്ററും ലൈഫ് ബോട്ടുകളും തീയണയ്ക്കാൻ സംവിധാനമുള്ള കപ്പലുകളും സംഭവസ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. സ്റ്റെന ഇമാക്കുലേറ്റ് എന്ന അമേരിക്കൻ പതാക വഹിക്കുന്ന ചരക്ക് ടാങ്കറും പോർച്ചുഗലിലെ സ്വയംഭരണ പ്രദേശമായ മദീരയുടെ പതാകയുള്ള സോളാങ്ക് എന്ന കണ്ടെയ്നർ കപ്പലുമാണ് അപകടത്തിൽപ്പെട്ടത്. ദുരന്തത്തിൽ ആരും മരിച്ചിട്ടില്ല എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. തീരത്ത് നിന്ന് 16 കിലോമീറ്റർ അകലെ നിന്ന് കട്ടിയുള്ള കറുത്ത പുകയും തീജ്വാലകളും ഉയരുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 18,000 ടൺ എണ്ണയാണ് കപ്പലിൽ നിന്ന് കടലിലേക്ക് ഒഴുക്കിയിരിക്കുന്നത്. മിലിറ്ററി ജെറ്റ് ഫ്യൂവലുമായി നീങ്ങിയ കപ്പലിന് തീ പിടിച്ചതോടെ സംഭവിക്കാൻ പോകുന്നത് വമ്പൻ നാശനഷ്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. അമേരിക്കൻ കപ്പലിലെ ഒരു ജീവനക്കാരനെ കാണാതായതായി കമ്പനി മാനേജ്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇയാൾക്കായിട്ടുള്ള തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. അപകടത്തിൽ 2 കപ്പലുകളും ഭാഗികമായി തകർന്നു. തിങ്കളാഴ്ച പ്രാദേശിക സമയം 11:28 അപകടത്തെക്കുറിച്ചുള്ള ആദ്യ സന്ദേശം ലഭിച്ചത് എന്നാണ് ആംബുലൻസ് സർവീസുകാർ അറിയിക്കുന്നത്. അപകടത്തെ തുടർന്ന് 2 കപ്പലുകളിലെയും ജീവനക്കാർ കടലിൽ ചാടി രക്ഷപ്പെടുകയായിരുന്നു.
രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ പല ലൈഫ് ബോട്ടുകളും തീപിടുത്തം നേരിടാനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തത് കാരണം മടക്കി അയക്കേണ്ടി വന്നിരുന്നു. കനത്ത മൂടൽമഞ്ഞ് കാരണമാണോ അപകടം ഉണ്ടായത് എന്നും സംശയിക്കപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ. NHS ഇംഗ്ലണ്ട് വ്യാപകമായി ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാനുള്ള നടപടി ആരംഭിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവന്നു. NHS പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് ട്രീറ്റിംഗ് നിർദ്ദേശാനുസരണമാണ് ഈ നടപടിയെന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി NHS ഇംഗ്ലണ്ടിന്റെ പകുതി ജീവനക്കാരെയും സീനിയർ മാനേജ്മെന്റ് ടീമിലെ വലിയൊരു വിഭാഗത്തെയും നഷ്ടമാകും. പണം ലാഭിക്കുന്നതിനും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കുന്നതിനുമായിട്ടാണ് ഈ കടുത്ത നടപടിയെന്നാണ് അറിയാൻ സാധിച്ചത്. ഈ വിഭാഗത്തിൽപ്പെടുന്ന ജീവനക്കാരുടെ എണ്ണം 13,000-ൽ നിന്ന് 6,500-ആയി കുറയും. ജീവനക്കാരുടെ എണ്ണം കടുത്ത തോതിൽ വെട്ടിക്കുറയ്ക്കുന്ന നടപടികൾ ഞെട്ടലുളവാക്കുന്നതാണെന്ന് NHS ഇംഗ്ലണ്ട് ജീവനക്കാർ പറഞ്ഞു. പ്രസ്തുത നടപടി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയറിനെ കാര്യമായി ബാധിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാനുള്ള തീരുമാനം ഒട്ടേറെ മലയാളികളെയും ബാധിക്കുമെന്നാണ് അറിയുവാൻ സാധിച്ചത്. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ. UK-യിൽ താമസിക്കുന്ന ഇന്ത്യൻ വംശജരായ വിദ്യാർത്ഥികൾക്ക് 10,000 പൗണ്ട് വരെ ഫീസ് ഇളവ് ലഭിക്കുന്ന പുതിയ വൈസ് ചാൻസലേഴ്സ് അവാർഡുമായി കിങ്സ് കോളേജ് ഓഫ് ലണ്ടൻ. പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠനത്തിനാണ് ഈ ഇളവ് ലഭിക്കുക. 2025 സെപ്റ്റംബറിൽ തങ്ങളുടെ ആദ്യത്തെ ഓൺ ക്യാമ്പസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിക്ക് ചേരുന്ന 30 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കാണ് കിങ്സ് കോളേജ് ലണ്ടൻ വൈസ് ചാൻസലർ ഷിജിത് കപൂർ 10,000 പൗണ്ട് വീതമുള്ള അവാർഡ് നൽകുന്നത്. ഇതിന് അർഹത നേടുവാൻ ഡിക്സൺ പൂൺ സ്കൂൾ ഓഫ് ലോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്കാട്രി, സൈക്കോളജി ആൻഡ് ന്യൂറോ സയൻസ്, കിങ്സ് ബിസിനസ് സ്കൂൾ, ലൈഫ് സയൻസ് ആൻഡ് മെഡിസിൻസ്, നാച്ചുറൽ, മാത്തമാറ്റിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് സയൻസ്, നഴ്സിംഗ്, മിഡ്ഫൈവറി ആൻഡ് പാലിയേറ്റീവ് കെയർ, സോഷ്യൽ സയൻസ് ആൻഡ് പബ്ലിക് പോളിസി എന്നീ ഫാക്കൽറ്റികളിൽ ഒന്നെടുക്കണമെന്നും നിർബന്ധമുണ്ട്. 10,000 പൗണ്ട് വരെ ട്യൂഷൻ ഫീസിൽ ഇളവായിട്ടായിരിക്കും അവാർഡ് ലഭിക്കുക. അതിൽ 5,000 പൗണ്ട് 2025 ഒക്ടോബറിൽ നൽകും. ബാക്കി 5,000 പൗണ്ട് 2026 ജനുവരിയിലും. മുകളിലുള്ള ഫാക്കൽറ്റികളിൽ പഠിക്കുന്ന ഇന്ത്യൻ വംശജരായ വിദ്യാർത്ഥികൾക്ക് മാത്രമായിരിക്കും ഇതിനുള്ള അർഹത. മാത്രമല്ല, പൂർണ്ണസമയ കോഴ്സുകൾക്ക് മാത്രമേ ഇത് ലഭിക്കുകയുമുള്ളൂ. 2025 സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന കോഴ്സുകൾക്കായിരിക്കും ഇത് ബാധകമാവുക. ഇതിനായി അപേക്ഷിക്കാൻ താല്പര്യപ്പെടുന്നവർ 2025 ഏപ്രിൽ 25-ന് മുൻപായി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷയിന്മേലുള്ള തീരുമാനം 2025 മെയ് 31-നകം ലഭിക്കും. ട്യൂഷൻ ഫീസ് ഇളവായിട്ട് മാത്രമായിരിക്കും അവാർഡ് തുക ലഭിക്കുക. മറ്റേതെങ്കിലും ചെലവുകൾക്കായുള്ള തുക ലഭിക്കുന്നതല്ല. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ.